എൻ്റെ ബാപ്പ ഭയങ്കര ഫലിതപ്രിയനായിരുന്നു, രാപ്പകൽ ഫലിതം പറയുന്ന ഒരാളാണ്. പക്ഷേ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം വളരെ കർക്കശനാവും. അപ്പോൾ എൻ്റെ ബാപ്പ എന്നെ അടിച്ചിട്ടുള്ളതൊക്കെ ഈ മതത്തിൻ്റെ കാര്യത്തിനാണ്. ഉദാഹരണം പറഞ്ഞാൽ തലമുടി നീട്ടി എന്ന് പറഞ്ഞാൽ അടികൊള്ളാണ് ഞാൻ. തലമുടി നീട്ടാൻ പാടില്ല. എനിക്കാണ് ഏറ്റവും മോഹം എന്തായിരുന്നു തലമുടി ക്രോപ്പ് ചെയ്യാനാണ്. അപ്പോൾ അന്ന് മദ്രസയിലൊക്കെ കുട്ടികൾ മാസത്തിലൊരിക്കലൊക്കെ തല വടിക്കും. നീ അത് കണ്ടുകൂടാ. സ്കൂളിൽ ചെല്ലുമ്പോൾ പിള്ളേർ കളിയാക്കും, നമ്മുടെ തലയിൽ ചോക്ക് കൊണ്ട് വട്ടം വരച്ചിട്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയണേ. അതുപോലെ ഇപ്പം നിസ്കരിക്കാൻ, അപ്പം ഞാൻ വളരെ നേരത്തെ എണീക്കും. ഞാൻ ഉമ്മ എന്നെ 5 മണിക്ക് വിളിച്ചോണത്തും. അപ്പോൾ ഞാൻ അന്ന് രാവിലെ പള്ളിയിൽ സുബഹി എന്നതിൻ്റെ പേര് നിസ്കാരത്തിന് അതിന് പോകും. പക്ഷേ ബാപ്പ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്. അതായത് ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ വേണം, മറ്റതാണ് മറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ആ ചിട്ടകളൊക്കെ അതിനൊക്കെ അടി കിട്ടും. ബാപ്പേൻ്റെ വളരെ ഉദാഹരണമാണ്. ആരെന്തോ എന്ന് ചോദിച്ചാലും കൊടുക്കും. അപ്പോൾ ഉമ്മയ്ക്കാണെങ്കിൽ മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉമ്മയുടെ നന്മയായിട്ടും അവരുടെ ഹൃദയവിശാലതയായിട്ടും ബന്ധപ്പെട്ടതാണ്. ബാപ്പയ്ക്ക് അങ്ങനെയല്ല. ബാപ്പയ്ക്ക് അത് ആചാരങ്ങളാണ്. ബാപ്പ വളരെ മൂല്യങ്ങളുള്ള ഒരാളാണ്, സ്വാർത്ഥമില്ലാത്ത ഒരാളാണ്, വളരെ ഫലിതമുള്ള ഒരാളാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ ഇത്രയും ഫലിതമുള്ള നല്ലവനായ ഈ മനുഷ്യൻ എങ്ങനെയാണ് ഈ തരത്തിലൊരു ക്രൂരനാവുന്നത്? ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു. അപ്പം SLCക്ക് എനിക്ക് മാർക്ക് കുറവായിരുന്നു. 267 മാർക്കേ ഉള്ളൂ. 267 മാർക്ക് അന്ന് ചെറിയ മാർക്കാണ്. അന്ന് പോലും അന്ന് മാർക്ക് കിട്ടാൻ വിഷമം. അപ്പോൾ എനിക്ക് കോളേജിൽ പോകണം. ഞാൻ ഉദാഹരണം പറയാം. അപ്പോൾ എൻ്റെ ബാപ്പയുടെ ജ്യേഷ്ഠൻ NC കോയക്കുട്ടി, അദ്ദേഹം വലിയ കോടീശ്വരനായിരുന്നു. അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്. ബാപ്പയ്ക്കാണെങ്കിൽ ഞാൻ മദ്രസയിൽ പഠിച്ചു, ദർസിൽ ഓതി, ഒരു മുസ്ലിയാരാവണം എന്നായിരുന്നു. അപ്പോൾ എനിക്ക് മുസ്ലിയാരാവാൻ ഇഷ്ടമല്ല. എനിക്ക് എന്ത് വേണം, മലയാളം പഠിക്കണം. ഇതൊക്കെ ബാപ്പ എതിരാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ കോളേജിൽ പോകുമ്പോൾ ബാപ്പ ഒരു പൈസയും തരില്ല. ബാപ്പ ഏത് കുട്ടികൾ വന്ന് ചോദിച്ചാലും പൈസ കൊടുക്കും. പ്രത്യേകിച്ച് പഠിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് തരില്ല. എന്താ കാരണം? ഞാൻ ഗുരുവായൂരപ്പൻ കോളേജിൽ പോയിട്ട് ഇംഗ്ലീഷും മലയാളമൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത് ഐഹികമായ അറിവാണ്. ദുന്യവി എന്ന് പറയും, മാപ്പിളമാർ പറയും പോലെ ദുന്യവി. അവർക്ക് എന്ത് വേണം, പരലോകത്തെ പറ്റി പഠിക്കുന്ന ഉഹ്റവി എന്ന് പറയും. അത് പഠിക്കാൻ ഇഷ്ടമല്ല എനിക്ക്. ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ എന്നെ കൊണ്ടാവും പോലെ മലയാളം ഇംഗ്ലീഷൊക്കെ വായിച്ചു മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാപ്പയുടെ മതം എന്ന് പറയുന്നത് കാർക്കശ്യത്തിൻ്റെ മതമാണ്. ഉമ്മയുടെ മതം എന്ന് പറയുന്നത് ഈ കാരുണ്യത്തിൻ്റെ മതമാണ്. അപ്പോൾ അതിലൊരു കാർക്കശ്യമില്ല. ഇപ്പോൾ എനിക്ക് നോമ്പ് വെക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യും? എന്നോട് നോമ്പ് വെക്കാൻ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. കാരണം അത് എന്തുകൊണ്ടാണ് നോമ്പ് വെക്കുമ്പോൾ എനിക്ക് തലചുറ്റി വീഴാൻ പോകും ഞാൻ. അത് വളരെ വൈകിയാണ് ഉമ്മയ്ക്ക് അറിഞ്ഞൂടാ. എനിക്ക് തന്നെ മനസ്സിലായത് അന്ന് എനിക്ക് ലോ BP ഉണ്ട്. അതുകൊണ്ടാണ് വിശന്നാൽ എനിക്ക് പ്രശ്നമാവും. അപ്പോൾ എനിക്ക് പിന്നെ കഞ്ഞിച്ചോറൊക്കെ തരും. അപ്പോൾ ഉമ്മ എന്നെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നോമ്പ് നോൽക്കാതെ എൻ്റെ ലോയക്കാരെ നോമ്പ് കാലത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എനിക്ക് അവർക്ക് ചോറും ചായ ഉണ്ടായി കൊടുക്കാൻ പറ്റില്ല. അല്ലാത്തപ്പോഴൊക്കെ ഉമ്മ വളരെ വെൽക്കമാണ്. ഇവരൊക്കെ വളരെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. അതേ ഉള്ളൂ ഒരു നിർബന്ധം. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒന്നിനും ആ അളവിൽ കാർക്കശ്യ ഉമ്മയിൽ കണ്ടിട്ടില്ല. അതാണ് വ്യക്തമാണ് എൻ്റെ നിലപാട്. മനസ്സിലായി. ഒരു ഭാഗത്ത് കാരുണ്യവും മറുഭാഗത്ത് നിയമങ്ങളും. കാർക്കശ്യം അത് ഇന്ന സമയത്ത് ഇന്ന വേണം. തലയിൽ അപ്പോൾ അവിടെ പോകുമ്പോൾ തലയിൽ ഉറുമാലില്ല, അല്ലെങ്കിൽ തൊപ്പിയില്ല. അപ്പോൾ നിസ്കരിക്കാൻ പോയി. അപ്പോൾ വാപ്പ പറയും, നീ നേരത്തെ വാങ്ങ് കൊടുത്തപ്പോൾ എത്തിയില്ല. അല്ലെങ്കിൽ എത്തിയാൽ തന്നെ പറയും, പിന്നെ തലയിൽ ഉറുമാലുണ്ടായിരുന്നില്ല, തൊപ്പി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പള്ളി കയറായിരുന്ന ആ പ്രശ്നമില്ലല്ലോ. പള്ളി കയറില്ല ഒരു ഊറ്റല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ പള്ളിയിൽ പോയി ബാങ്ക് കൊടുക്കുമ്പോൾ അവിടെ ഇല്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വരി നിൽക്കുമ്പോൾ ഒന്നാമത്തെ നിരയിൽ സെഫിലില്ല, അല്ലെങ്കിൽ തലമുടി മറച്ചില്ല, അല്ലെങ്കിൽ തലമുടി നീട്ടിക്കളഞ്ഞു. ഇതൊന്നും പ്രശ്നമില്ല, പള്ളിയിൽ പോകണ്ട. ഞാൻ പള്ളി പോക്ക് നിർത്തി, നമ്മൾ പ്രശ്നമില്ലല്ലോ. മതം പഠിച്ചിരുന്ന സമയത്ത് ഈ ചോദ്യം ചോദിച്ചതിന് കുറേ തല്ലൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, അതെന്താ വെച്ചാൽ എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ ഇപ്പം എനിക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് ഇപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ ഉമ്മയുടെ ഗർഭത്തിൽ ഊറിക്കഴിയുമ്പോൾ 4ാമത്തെ മാസം നിങ്ങളുടെ എല്ലാം നിശ്ചയിച്ചു, ദൈവം നിശ്ചയിച്ചു. അതായത് നിങ്ങൾക്ക് എത്രയാണ് ആയുസ്, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ, നിങ്ങൾ നല്ലവനാവോ ചീത്ത ആളാവോ, അങ്ങനെ ഒരുപടി എല്ലാ കാര്യങ്ങളും അതിന് കലാവ് എന്ന് പറയും, വിധി, ദൈവത്തിൻ്റെ കലാവ്. അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കൂലേ, കല്യാണം കഴിച്ചാൽ സുഖമായിട്ടിരിക്കുമല്ലേ, ഒക്കെ ഉണ്ട്. നമ്മുടെ ആയുസെല്ലാം പൂർവ്വനിർണീതമാണ്, എല്ലാം നേരത്തെ നിശ്ചയിച്ചു. അപ്പോൾ ഞാൻ മുസ്ലിമിനെ വിളിച്ചപ്പോൾ അങ്ങനെ നിശ്ചയിച്ചു. എൻ്റെ ഉസ്താദിനോട് ചോദിക്കാൻ അങ്ങനെ നിശ്ചയിച്ചു. അപ്പം ഞാൻ കള്ളു കുടിച്ചു എന്നോ തൂങ്ങി മരിച്ചു എന്നോ പറഞ്ഞാൽ എന്നെ ശിക്ഷിക്കുന്നതിന് അർത്ഥമുണ്ടോ? ദൈവം
ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ദൈവമല്ലേ ഇത് പറഞ്ഞത്? അല്ലെങ്കിൽ ഞാൻ ഇപ്പം വളരെ നിസ്കരിച്ച് നോൽമ്പ് നോറ്റ് എല്ലാവർക്കും സക്കാത്ത് കൊടുത്ത് അത് ഞാൻ ചെയ്തതല്ലല്ലോ, അത് ദൈവം ചെയ്തതല്ലേ. അപ്പോൾ എനിക്കതിന് സ്വർഗം തരുന്നു, മറ്റേ എനിക്ക് നരകം തരുന്നു. ഇതൊക്കെ എന്താ അർത്ഥം? അപ്പോൾ സാധു മനുഷ്യൻ അദ്ദേഹത്തിന് എന്താ ചെയ്യാൻ കഴിയുക? ചൂരിലെടുത്ത് അടിക്കുക. പിന്നെ അതുപോലെ ഇപ്പോൾ എന്നെ പഠിപ്പിച്ചൊരു കാര്യം, മുസ്ലിങ്ങൾ യേശുക്രിസ്തുവിനെ ഈസാ നബി എന്നാണ് പറയുന്നത്. ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടില്ല. അപ്പോൾ എന്താ പകരം? അദ്ദേഹത്തെ അള്ളാഹു ആകാശ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. ശരി, അപ്പോൾ ഈ 2000 കൊല്ലമായിട്ട് അദ്ദേഹം അവിടെ ഇരിക്കേണ്ടതാണ്. അപ്പോൾ അന്ന് എനിക്ക് ആകാശം എന്നൊരു സാധനം ഇല്ല എന്ന് അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചു 2000 കൊല്ലമായിട്ട് ഒരാൾ ആകാശത്തിരിക്കുമോ? മനുഷ്യൻ്റെ യുക്തിക്ക് ചേരില്ലല്ലോ അത്. അപ്പോൾ അടി കിട്ടും, കാരണം മറുപടി പറയാനില്ല. അവന്ത് ചെയ്യും? അവരടിക്കും, ഉസ്താദന്മാരടിക്കും. എനിക്ക് അവരോട് ഒരു ദേഷ്യമില്ല, കാരണം അവർ എന്നോട് വിരോധം കൊണ്ട് ചെയ്താലോ ഒന്നും. അത് അവർക്ക് വേറെ വഴിയില്ല, അവരും ഇതിൻ്റെ ഇരകളാണ്. അവർക്കും അടി കിട്ടി കാണും. അല്ല ഞാൻ എന്ന പോലെ ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരുന്ന അവരും ഇരകളാണ്. അല്ല, എനിക്ക് അവരോട് ഒരു വിരോധം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ അത് കമൻ്റായിട്ട് വരും, തെറിയായിട്ട് വരും. അവർക്ക് നിവൃത്തിയില്ല. എനിക്ക് അവരോടൊക്കെ വാസ്തവമായി സ്നേഹവും സഹതാപവുമാണ്. കാരണം ഞാനിപ്പോൾ ഇപ്പോൾ ഷിജിൽ ഞാൻ സംസാരിക്കുന്ന ഈ സാധനം കണ്ടാൽ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കലാഹിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കമൻ്റ് ഇടാം, തെറിയായിരിക്കും അത്. അപ്പോൾ എന്താ, അദ്ദേഹത്തിന് മറുപടി ഇല്ല. അപ്പോൾ ഈ പരലോകം എന്ന് പറയുന്നതൊക്കെ ദൈവം നിശ്ചയിച്ചു, ഇഹലോകവും ദൈവം നിശ്ചയിച്ചു. പിന്നെ നമുക്കെന്താ നിവൃത്തി? പിന്നെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാണ് അള്ളാഹു ഇബ്ലീസിനെ പടച്ച്? ഇബ്ലീസാണല്ലോ നമ്മളെ വഴിതെറ്റിക്കുന്നതെന്ന് പറഞ്ഞു. ആ ഇബ്ലീസാണോട് കൊന്നു പറഞ്ഞാൽ പോരെ, പിന്നെ പ്രശ്നമില്ലല്ലോ. അള്ളാഹു എന്തിനാണ് ഇബ്ലീസിനെ ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ ഇപ്പം എന്നെ പഠിപ്പിച്ചത് മലക്കുകൾ എന്നൊരു വിഭാഗമുണ്ട്, നമുക്ക് കണ്ണോട് കാണാൻ പറ്റില്ല. അവര് ഏഞ്ചൽസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, അല്ലെ മാലാഖ എന്ന് ക്രിസ്ത്യാനിൽ പറയുന്നത്. അവർക്ക് ദൈവത്തെ ആരാധിക്കുകയാണ്, അവരൊരു തെറ്റും ചെയ്യില്ല. അങ്ങനെ ആക്കിയാൽ പോരെ നമ്മളീ മനുഷ്യൻ? അങ്ങനെ ആയിക്കോട്ടെ, ദൈവമാണത് ഉണ്ടാക്കി. ഞാൻ മനസ്സിലാക്കി, എനിക്ക് കഥകളൊന്നും ശരിക്കും അറിയില്ല, എന്നാലും ഞാൻ മനസ്സിലാക്കിയത് ഈ ഇബ്ലീസ് എന്ന് പറയുന്നത് തന്നെ ഒരു മാലാഖയായിരുന്നു എന്നല്ലേ പറയുന്നത്? അത് അങ്ങനെയുണ്ട്, അതൊരു കഥയിലുണ്ട്. അത് വഴിതെറ്റിപ്പോയതാണ്. ആയിക്കോട്ടെ, ദൈവത്തിന് അവനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞാൽ മതിയല്ലോ. ഇപ്പം എന്നെ വഴിതെറ്റിക്കാൻ ഒരാളെ വിട്ട്, എന്നെ വഴി ശരിയാക്കാൻ ഒരാളെ വിട്ട്, രണ്ടാളും ദൈവം വിട്ട് എന്നാണ് അവർ പറയുന്നത്. എന്താണ്? എന്നെ നേർവഴിക്ക് നടത്താൻ ഒരു പ്രവാചകനെ അയച്ചു, എന്നെ ചീത്ത വഴിക്ക് നടത്താൻ ഒരു ഇബ്ലീസിനെ അയച്ചു. ഇബ്ലീസിനെ അയക്കണ്ടല്ലോ. അല്ല, അത് ശരിയാണ്, യുക്തിയാണ്. പക്ഷെ ഇബ്ലീസിനെ ഉണ്ടാക്കിയത് ആരാ? അപ്പൊ ഇപ്പൊ ഞാൻ കള്ളു കുടിക്കാറില്ല, എനിക്ക് കള്ളു കുടിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അതാരാ തോന്നിക്കുന്നത്? ഇബ്ലീസാണ്. അത് തോന്നിക്കുന്ന ഇബ്ലീസ് വേണ്ടാന്നേ. അതായത് ഈ പൊതുവെ ഈ മതവാദികളും യുക്തിവാദികളും തമ്മിലുള്ള ഒരു പ്രധാന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ അത് ലോജിക്കലി ശരിയാണ് കേട്ടോ. അതായത് സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനും കാരുണ്യവാനുമായിട്ട് ഒരുമിച്ച് ഒരാൾക്ക് ആവാൻ പറ്റില്ല എന്നുള്ളത് ആണ് അതിൻ്റെ ലോജിക്ക്. കാരണം ഈ പറഞ്ഞ ആളെ കൊല്ലണം, ഇയാൾ കാരണമാണ് എല്ലാ ബുദ്ധിമുട്ടും എന്നുണ്ടെങ്കിൽ ഇയാളെ കൊന്നാൽ മതി. അയാളെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയാളെ സൃഷ്ടിച്ച എന്നതാ വരിക എന്ന് സർവജ്ഞനായ ദൈവത്തിന് അറിയാലോ. പിന്നെ സൃഷ്ടിക്കുന്നത് ഇപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തെ ആരാധിക്കാനാന്ന് പറയും. പിന്നെ ആരാധിക്കാനായിട്ട് ആരാധനയല്ലാതെ ഒന്നും ചെയ്യാത്തൊരു സൃഷ്ടിയായിട്ട് മനുഷ്യൻ സൃഷ്ടിച്ചാൽ മതി. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞ മറുപടി, അത് ദൈവം പരീക്ഷിക്കാന്നാണ്. എന്താ പരീക്ഷിക്കാനുള്ളത്? സർവജ്ഞനായ ദൈവത്തിന് അറിയാം. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ ദൈവത്തിന് മുൻകൂട്ടി അറിയാം. പിന്നെ എൻ്റെ എന്താ പരീക്ഷിക്കാനുള്ളത്? ഇപ്പം ഞാൻ ഷിജലിനെ പരീക്ഷിക്കുന്നപ്പോഴാ നിങ്ങളെന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണാതെ ഒരു 500 രൂപയുടെ നോട്ട് വെച്ചു, നിങ്ങൾ മോഷ്ടിക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. നിങ്ങൾ അപ്പം കണ്ടപ്പോൾ മാഷ ഇത് ആരുടെയാണ് നോട്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി ഷിജിൽ സത്യസന്ധനാണ്. അല്ല, അത് പതുക്കെ എടുത്ത് കീശയിട്ടാൽ മനസ്സിലായി എന്താണ് ഇയാൾ കള്ളനാണ്. അതാണല്ലോ പരീക്ഷണം. നേരത്തെ അറിയാം. അല്ല, ഇതൊക്കെ സർവജ്ഞനൊക്കെ അറിയാന്നേ. പിന്നെ നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാ? ഇപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഇപ്പോൾ ഇവിടെ ആളുകൾ കണ്ണുപൊട്ടനായിട്ട് ജനിക്കുന്നു, എന്താ അർത്ഥം? അല്ലെ ഒരാൾ അംഗഭംഗമില്ലാതെ ജനിക്കും, അല്ലെ ഒരാൾ മന്ദബുദ്ധിയായിട്ട് ജനിക്കും. അതിലെന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നേ? ഒരു തെറ്റും ചെയ്തിട്ടല്ല. അതിപ്പോൾ ഹിന്ദുക്കൾ ഒരു പൂർവ്വജന്മത്തിലെ കർമ്മം കൊണ്ടാണ്. കല ആണെന്ന് മുസ്ലിങ്ങൾ പറയും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പറയും. ഏത് പൂർവ്വജന്മം? എനിക്കതിൽ വിശ്വാസമില്ല. അനേക ജന്മങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എനിക്കൊന്നും മറുപടി. എന്തിനാണ് മാഷിന് വിശ്വാസം? മാഷ എന്തായാലും നിരീശ്വരവാദിയല്ല. അല്ല, അതല്ല ഷിജിൽ. ലോകത്ത് മനുഷ്യർ 3 ജാതിയാണ്. ജാതി എന്ന് പറഞ്ഞാൽ ഞാൻ വിഭാഗം എന്ന് മനസ്സിലായി. അതായത് ഒരു കൂട്ടർ പറയുന്നു ദൈവമുണ്ട്, അവരെയാണ് നമ്മളെന്ത് പറയുന്നത്? ആസ്തികവാദികൾ. അതാണ് തീയിസ്റ്റ് എന്ന് പറയുന്നത്. വേറെ ഒരു കൂട്ടർ പറയുന്നു ദൈവമില്ല, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാസ്തികവാദികൾ. ഇത് രണ്ടിലും പെടാത്തൊരു ന്യൂനപക്ഷമുണ്ട്. അവർ പറയുന്നു ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാ,
അപ്പോൾ അവരെയാണ് എന്ത് പറയുക, അഗ്നോസ്റ്റിക് എന്ന് പറയുക. ഞാൻ അതാണ് അജ്ഞേയതാവാദി എന്ന് പറയും, സന്ദേഹവാദി. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഒരു ക്യൂരിയോസിറ്റിയും ഇല്ലേ? ഞാൻ ജീവിതം മുഴുവൻ അന്വേഷിക്കായിരുന്നേ. ഞാൻ എന്നെ കൊണ്ടാവും പോലെ ഇപ്പോൾ ഒരുപാട് മതപണ്ഡിതന്മാർ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഇസ്ലാം മതത്തിലും ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ പുസ്തകങ്ങൾ എന്നെ കൊണ്ടാകുമ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്താ അതിനർത്ഥം? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ ജീവിതത്തിന് ഒരർത്ഥമില്ലാത്തൊരു സാധന ജീവിതം. അതെനിക്ക് പ്രീഡിരിക്കാലത്തെ അറിയാം. ഇത് നിസ്സാരമാണ്, നിഷ്ഫലമാണ്, നിഷ്പ്രയോജനമാണ്. ഒരു പ്രയോജനമില്ല, ഒരാവശ്യമില്ല. ഞാൻ അതുകൊണ്ട് മനസ്സിലാക്കിയത്, എൻ്റെ ജീവിതത്തിന് വല്ല അർത്ഥം വേണമെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കണം. അതൊരു ദൈവവും പ്രവാചകനും എനിക്ക് തരില്ല. അപ്പം ഞാനിപ്പോൾ എന്നെ കൊണ്ടാവുമ്പോൾ അർത്ഥം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിലിപ്പോൾ എനിക്ക് ദൈവം ഒരു വിഷയമല്ല. ദൈവം ഉണ്ടായിക്കോട്ടെ, എനിക്ക് ഇറക്കണമെന്നില്ല. ദൈവം തിരക്കില്ല. പിന്നെ ഇപ്പം പരലോകമുണ്ട്, ഉണ്ടായിക്കോട്ടെ, എന്താ? അവിടെ ഇപ്പോൾ നരകമുണ്ട്, ഉണ്ടായിക്കോട്ടെ. സ്വർഗ്ഗമുണ്ട്, എനിക്ക് സ്വർഗം വേണമെന്നില്ല, നരകത്ത് പോകാൻ കഴിയില്ല എന്നില്ല. ഉണ്ടെങ്കിൽ അത് അപ്പം നോക്കാന്നേ. അതായത് ഇംഗ്ലീഷിൽ പറയും, യു ക്രോസ് ദ ബ്രിഡ്ജ് അറ്റ് ദ ബ്രിഡ്ജ്. പാലത്തുമ്പോൾ എത്തിയിട്ട് പാലം കടന്നാൽ മതിയല്ലോ, അതിന് മുമ്പ് പാലം കിടക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ ഇവിടെ എൻ്റെ ചെറിയ ബുദ്ധി, ചെറിയ ആലോചന, ചെറിയ പ്രവർത്തന രീതികൾ, ഇതുകൊണ്ടൊക്കെ എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യന്മാരുടെ അനേകം സങ്കടങ്ങൾ ഞാൻ കാണും. അവർ അനീതിക്കിരയാവുന്നത്, അവർ പട്ടിണി കിടക്കുന്നത്, അവർക്ക് തൊഴിലില്ലാത്തത്, അവർ ജാതീയമായ വിവേചനം നേടുന്നത്, സ്ത്രീകൾ ലിംഗപരമായ വിവേചനം നേടുന്നത്, ട്രാൻസ്ജെൻഡറുകൾക്ക് ജീവിക്കാൻ വയ്യാത്ത സ്ഥിതി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ആലോചിച്ചാൽ തന്നെ ദൈവത്തെ പറ്റി ആലോചിക്കാൻ എനിക്ക് നേരം ഉണ്ടാവില്ല. ഇപ്പം ദൈവത്തെ പറ്റി ഞാൻ തന്നെ ആലോചിക്കുന്നത്, എന്നെ കൊണ്ട് ദൈവത്തിന് വല്ല ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ദൈവമല്ലേ. എനിക്ക് ദൈവത്തെ കൊണ്ടൊരു ആവശ്യമില്ല, അത്രേ ഉള്ളത്. ഇപ്പം ദൈവത്തിനെതിരായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, അനുകൂലമായിട്ടും ചെയ്യുന്നില്ല. കാരണം നേരെ പറഞ്ഞാൽ ഐ ആം ലീസ്റ്റ് ബോധേഡ്. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. ദൈവം ഉണ്ടോ ഇല്ലേ, ഉണ്ടായിക്കോട്ടെ, ഇല്ലേ വേണ്ട.